മനുഷ്യർ ഏത് അവസ്ഥകളിലാണെങ്കിലും ക്ലേശം സഹിച്ച് പ്രയാസം പേറി കഷ്ടതകൾ അനുഭവിച്ച് ശാരീരികമോ മാനസികമോ ആയ ഉത്കണ്ഠകൾ ഉൾക്കൊണ്ടു വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായും മാത്രമേ ഏതൊരാൾക്കും ജീവിക്കാൻ കഴിയുന്നുള്ളൂ. അത് അള്ളാഹുവിൻ്റെ ഒരു അലംഘനീയ നിയമമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശങ്ങൾ വഹിക്കാവുന്ന ഒരു പ്രകൃതത്തോടെയാണ്. ക്ലേശങ്ങൾ അഥവാ ഭാരം ചുമക്കാൻ പറ്റുന്ന, വിഷമതകൾ സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യവംശം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ ധരിക്കുന്നുണ്ടോ അവനെ അതിജയിക്കാൻ വേറെ ശക്തികളൊന്നും ഉണ്ടാവുകയില്ല എന്ന്, അവനെ പരാജയപ്പെടുത്താൻ. അപ്പോൾ മനുഷ്യൻ ഈ ഒരു തത്രപ്പാടോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ധാർഷ്ട്യത താൻ എല്ലാത്തിനും മതിയായവനാണെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇന്നൽ ഇൻസാന ലയത്ഗ കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന, മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നതും തിന്മകൾ ചെയ്യുന്നതും പാപങ്ങൾ പേറുന്നതൊക്കെ അവൻ സ്വയം കഴിവുള്ളവനാണ് എന്ന തൻ്റെ ഇടത്തിലാണ്. ആ ഒരു തൻ്റെ ഇടം, ആ ഒരു പ്രത്യേക മനസ്സാണ് മനുഷ്യനെ പലപ്പോഴും അക്രമോത്സുകൻ വരെയും ആക്കി മാറ്റുന്നത്. അത് വളരെ പ്രധാനമാണ്. ഇപ്പം എത്ര പെട്ടെന്നാണ് ആളുകൾ ചൂടാവുക, എത്ര പെട്ടെന്നാണ് ആളുകൾ ശണ്ടയ്ക്ക് തയ്യാറാവുന്നത്. അനാവശ്യം പറയുവാനും ആക്ഷേപിക്കാനും ആക്രമിക്കാനും ഒക്കെ ഒരുമ്പിടുന്നു ഒരു ചെറിയ സെക്കൻഡ് കൊണ്ടാണ്. അവർക്ക് അവരെപ്പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഉൾഭാവം, ഉൾനാട്യം എന്നാണ് അതിന് പറയുന്നത്. അത്രമേൽ കടുത്ത നിലയിലാണ് മനുഷ്യൻ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. അതാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. എന്നിട്ട് ആ ആയത്ത് തുടർന്ന് പല കാര്യവും പറഞ്ഞിട്ട് അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് 2 കണ്ണുകൾ നൽകി. അങ്ങനെ നൽകിയില്ലേ എന്നാണ് ചോദ്യം. ഇതൊരു ചോദ്യമാണ്. കാഴ്ചയുള്ള 2 കണ്ണുകൾ അവന് നൽകിയില്ലേ? വലിസാനൻ, ഒരു നാവ് അഥവാ ഭാഷ, സംസാരിക്കാൻ പര്യാപ്തമായ ഒരു നാവ്, ആവശ്യങ്ങൾ മറ്റൊരാളെ അറിയിക്കാൻ കഴിയുന്ന, ആവലാതികൾ പറയാൻ കഴിയുന്ന, ആഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു നാവ് അവന് നൽകിയില്ലേ? അപ്പോൾ കണ്ണും നാവുമായി. വഷഫത്തൈൻ, 2 ചുണ്ടുകളും. അതിലൊന്നൊരൽപ്പം കൂടിയാലുള്ള അവസ്ഥ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കാരണം 21-ാം നൂറ്റാണ്ടിലെ ഒരു വ്യാപക രോഗത്തിലൊന്നതാണ്. അപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നു എന്ന് സ്വയം ബോധ്യം വരുന്നത്. വെള്ളം കുടിക്കാൻ പോലും കഴിയില്ല. ഒരു വശത്ത് കുടിക്കുമ്പോൾ ഒരു ഭാഗത്തോടെ പോകും. ഇതിങ്ങനെ ഒരുപാട് പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടന്നു വരികയല്ല. വഹദൈനാഹുൻ നജ്ദൈൻ, 2 കൃത്യമായ വഴികളാണ്. ആ വഴികൾ സൂറത്തുൽ ഫാത്തിഹ വിവരിച്ചതാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേർമാർഗത്തിലാണ് എൻ്റെ മനസ്സ് ഉടക്കേണ്ടതും ചരിപ്പിക്കേണ്ടതും ജീവിപ്പിക്കേണ്ടതും. എന്നെ ജീവിപ്പിക്കേണ്ടത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിലാണ്.
ആ മുസ്തഖീമ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ മുൻഗാമികൾ ജീവിച്ചപ്പോൾ പടച്ചവൻ്റെ അനുഗ്രഹം ലഭിച്ചിരുന്നു. അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹം ലഭിച്ചവരായ നല്ല ആളുകളുണ്ട്. അവർ ജീവിതത്തിൽ കണ്ട എല്ലാ കാര്യവും അനുഭവിച്ച് തന്നെയാണ് ജീവിച്ചത്. ചെറിയ ചെറിയ കാരണങ്ങൾ പോലും വലിയ കാരണങ്ങൾ പോലും അവർക്കൊരു നന്മയ്ക്കും തടസ്സം വരുത്തിയിട്ടില്ല. അങ്ങനെ നല്ലവരായി ജീവിച്ചവർ ജീവിച്ച് പോയി മാതൃക കാണിച്ച ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് എന്നെ ജീവിപ്പിക്കേണ്ടത്. അത് വേറൊരായത്തിൽ അത് ആരൊക്കെയാണെന്ന് അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ അന്വേഷണവും നടത്താതെ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ മുൻപിലേക്ക് വരും ആരൊക്കെയാണവർ, അനുഗ്രഹീതർ ആരൊക്കെയാണ്. മിനൻ നബിയീൻ, അത് മുഴുവൻ നബിമാരും അനുഗ്രഹീതർ. വസ്സുദ്ദീഖീൻ, എല്ലാ സത്യസാക്ഷ്യം വഹിച്ചവരും. സുദ്ദീഖ് ആരാണെന്നും ഖുർആനിലൊരു ആയത്ത് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. വശുഹദാ, രക്തസാക്ഷിത്വം വരിച്ചവർ. അവർക്ക് വേറൊന്നും ലക്ഷ്യമില്ല. അവർ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സൂറത്ത് അഹ്സാബ്, മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ നിന്ന് ചില മഹാമനുഷ്യരുണ്ട്. വമിൻഹും മൻ ഖളാ നഹ്ബഹു, അവരിൽ ഒരു വിഭാഗം അവരുടെ ഓഹരി സ്വീകരിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. അവർക്കെന്താണോ അള്ളാഹു വാഗ്ദത്തം ചെയ്തത് അത് അവർ കരസ്ഥമാക്കി ഉറപ്പിച്ച് അതിന് അവർ അർഹരായി. അത് അള്ളാഹുവിങ്കൽ പ്രതീക്ഷ സമർപ്പിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അഥവാ ശുഹദാകളെ കുറിച്ചാണ് പറഞ്ഞത്. വമിൻഹും മൻ യന്തളിർ, ബാക്കി ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവരതിൻ്റെ അവസരം നോക്കുകയാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, അത്ര ഒരു അവസരം ഉണ്ടായാൽ ഞങ്ങളും അവർ പോയതുപോലെ തന്നെയാണ് ഇനി പോകാൻ ആഗ്രഹിക്കുന്നത്. വമാ ബദ്ദലു തബ്ദീല, മൂന്നാമതൊരു വഴി അവരുടെ മുൻപിലില്ല. ഒന്നുകിൽ പൂർവികർ പോയ വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലു തബ്ദീല. അതാണ് ഖുർആൻ ആവശ്യം പറഞ്ഞ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് 2 കണ്ണുകൾ തന്നു. ആ കണ്ണുകൾ ഉപയോഗപ്പെടുത്താനുള്ളതാണ്. കണ്ട് മനസ്സിലാക്കണം. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകരുത്. നമ്മളെല്ലാം ചെയ്യണ രീതി അതാണ് കേട്ടോ. ആർക്കും ഒന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യും. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. നുറക്കിഉ ദുനിയാനാ ബിതംസീഖി ദീനിനാ വമാ ദീനുനാ യബ്ഖാ വലാ മാ നുറക്കഉ. അത്ര വലിയൊരു വാചകമാണെന്നറിയോ അത്. നമ്മൾ ഈ നുറക്കിഉ ദുനിയാന, നമ്മളുടെ ഈ ഭൗതിക ജീവിതാസക്തികൾ നിലനിന്ന് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി ദുനിയാവിന് എവിടെയെങ്കിലും ഒരു വിള്ളൽ പറ്റിയാൽ, മുറിവ് പറ്റിയാൽ, ഓട്ടയുണ്ടായാൽ ഉടനെ നമ്മളുടെ ദീൻ എടുത്തിട്ടാണ് അത് നമ്മൾ ഓട്ടയടയ്ക്കുന്നത്. കണ്ടം വയ്ക്കുക എന്ന് പറയും പഴയ കാലത്ത്. ഒമാ ദീനുനായ ബുക്ക, അങ്ങനെ ദീൻ ഓരോന്നും എടുത്ത് ദുനിയാവിന് വേണ്ടി പകരം വച്ച് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ദീൻ അവശേഷിക്കൂല. ഒലാമാനുറക്കഴു, നാം മുറിച്ചു കൂട്ടി തയ്ച്ചു വച്ച ദുനിയാവുണ്ടല്ലോ അതും അവശേഷിക്കൂല. അത്ര വലിയ വാചകം. രണ്ടും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അവനൊരു കാര്യം അറിയും. കണ്ടുകൊണ്ട് കണ്ടു മനസ്സിലായി. എന്നിട്ടവന് ഹൃദയം കൊണ്ട് ചിന്തിച്ചു, അവന് ബോധ്യം വന്നു. അവൻ്റെ കാതുകൾ കേട്ടു, അവൻ്റെ ഉള്ളിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ശബ്ദം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. അവൻ്റെ നാവ് അത് ചലിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിൽ നിന്ന് മടക്കമില്ല, നീ എങ്ങോട്ടും പോകുന്നില്ല. അബൂ സുഫിയാനോട് ഹിർക്കൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ദീൻ മുഹമ്മദിൻ്റെ മാർഗം സ്വീകരിച്ചിട്ട് ആരെങ്കിലും വേണ്ടാന്ന് വെച്ച് പോയോ എന്ന്.
ഈ കാലഘട്ടത്തിൽ ചോദിക്കണം, എല്ലാ വളർന്നു വരുന്ന യുവതി യുവാക്കളോട് ചോദിക്കണം, ഈ ദീൻ ഉപേക്ഷിച്ച് എങ്ങോടെങ്കിലും പോയോ എന്ന്. വെറുതെ ബസ് സ്റ്റോപ്പിൽ നിന്നവൻ്റെ കൂടെയും ബസ്സിൽ യാത്ര ചെയ്തവൻ്റെ കൂടെയും ക്ലാസ്സിൽ പഠിച്ചവൻ്റെ കൂടെയും ആണും പെണ്ണും ആണ് ഞാൻ ഈ പറയണത്, വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരടക്കം അങ്ങനെ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് സ്വസ്ഥമായിട്ട് നല്ല സുഖമായിട്ട് മറുപടി പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുമായിരുന്നു, ഒരു കളവ് പറഞ്ഞാൽ മതി. അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ അലട്ടിയൊരു വിഷയമുണ്ട്, ഞാൻ കളവ് പറയുന്നവനാണെന്ന് പിൻ തലമുറ ലോകത്ത് ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞാൽ പിന്നെ എൻ്റെ വ്യക്തിത്വം ഈ ലോകത്ത് സ്ഥാപിച്ചതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ചിന്തിച്ചിരുന്നു. അന്ന് ഇതൊന്നും വലിയ വിഷയമാണതല്ല. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, ഇഞ്ചിഞ്ചായി മുറിച്ചിട്ടിട്ടും ആരും മാറില്ല. പട്ടിണിക്കിട്ട് നോക്കി, ചങ്ങലക്കിട്ട് നോക്കി, വെള്ളം കൊടുക്കാതെ നോക്കി, പൊരി വെയിലത്ത് കൊണ്ടുപോയിട്ട് നോക്കി, നാട് കടത്തി, ഒരു ഭക്ഷണവും ഇല്ലാതെ. റസൂലുള്ള അടക്കം 2 കൊല്ലത്തിലധികം അബൂ താലിബിന് ഒരു ചെറിയ മലഞ്ചെരിവുണ്ടായിരുന്നു, അത് ആടിനെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അവരെല്ലാം സ്വന്തം പിറന്ന നാട്ടിലും വീടും ഉപേക്ഷിച്ചിട്ട് ഈ തോട്ടത്തിൽ പോയി, ഈ വനത്തിൽ, വനമെന്ന് പറയാൻ കഴിയില്ല, ഈ കുന്നും പ്രദേശവും താഴ്വരയിലും 2 കൊല്ലത്തിലധികം ഷുഐബ് അബീ താലിബിൽ താമസിച്ചു. ആരെങ്കിലും വേണ്ടാന്ന് വെച്ചോ? ഈ പാടിന് നടക്കേണ്ട കാര്യമില്ലല്ലോ, ആരും ഒഴിവാക്കിയില്ല. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഒരാളും ഈ ദീൻ ഒഴിവാക്കിയിട്ടില്ല. കാരണം അവർക്ക് ബോധ്യം വന്നത് അവരെ മരിച്ച് ചെത്തി മാറ്റിയാലും മാറൂല. എന്നിട്ട് ഖുർആൻ ചോദിച്ചു, ഫലഖ്തഹമൽ അഖബ, എന്തേ ഒരു പ്രയാസവും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത്? ഒരു പ്രയാസവും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകണില്ലല്ലോ. മലമ്പാത എന്താ താണ്ടിക്കയറാത്തതെന്നാണ് നേർക്കുകാരെ അർത്ഥം. അഖബ എന്നത് ഒമാ അദ്റാകമൽ അഖബ, ഇനി പറയുന്നതൊരു വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഫക്കുർ അഖബ, ഒരടിമയെ മോചിപ്പിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈ കാലത്ത് ചോദിക്കാം. ഈ കാലത്ത് അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി വലുതാവും. എന്തുകൊണ്ടൊരു സാധുവിനൊരു വീടുണ്ടാക്കി കൊടുത്തുകൂടെ നിങ്ങൾക്ക്? എന്തുകൊണ്ടൊരാൾക്കൊരു സ്വയം തൊഴിലുണ്ടാക്കി കൊടുത്തുകൂടാ? ഒരാൾ വിചാരിച്ചാൽ പോരെ? ഒരു ഫാൻ മേടിക്കണമെങ്കിൽ നമ്മൾ പിരിവ് നടത്തണം. ഒരു ചെറിയ ഉദാഹരണമാണിത്. എന്തുകൊണ്ടൊരു വിവാഹത്തിന് തടസ്സമുണ്ടായി, അത് നിറവേറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇതൊരു ഞെരുക്കമുള്ളൊരു വിഷയമാണ്. അത് ആദ്യമേ പറഞ്ഞല്ലോ, ഖലഖൽ ഇൻസാന ഫീ കബദ്. ഈ ഞെരുക്കം അത് വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും പിടിച്ചു കുലുക്കുന്നതാണ് ഈ സമ്പത്ത്. അതാണ് എടുത്ത് ഉപയോഗിക്കാൻ ഒരല്പം മനക്കരുത്ത് വേണം. അത് അബൂബക്കർ സിദ്ദീഖൊന്നും ആകാൻ ഇന്നീ ലോകത്താർക്കും കഴിയില്ല, ഉമറുൽ ഫാറൂഖ് ആകാനും കഴിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നൊരു സാധാരണ ഒരു അബ്ദാകാൻ കഴിയും. റസൂലുള്ള ചോദിച്ചതുപോലെ അഫലാക്കൂനു അബ്ദൻ ഷക്കൂറ, അത് ആയിഷ ബീവിയോട് നബി ചോദിച്ചതാണ്. ഞാനൊരു നന്ദിയുള്ള അടിമയാകാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നാണ്. ഒരടിമയെ മോചിപ്പിച്ചുകൂടെ, ജോലി കൊടുത്തുകൂടെ എന്ന്. അങ്ങനെ പലതും. നിങ്ങളെ ഈ കാലഘട്ടത്തിൽ എന്താണോ മനുഷ്യ ജീവിതത്തിൻ്റെ തടസ്സം, ആ തടസ്സം മാറ്റിക്കൂടെ എന്ന്. ഈമാനിൻ്റെ 70-ലധികം ഭാഗം ഇതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയുന്നതിൽ നമ്മൾ വാശിയുള്ളവരാണ്. 70,000 ദിക്റൊക്കെ അല്ലണം ഓരോരുത്തരിരുന്ന്. ഇനി അതിൻ്റെ താഴോട്ട് വന്ന് നോക്കാം. അതിനകത്ത് അതിനാഹ ഇമാത്തത്തുല്ലദാനി തരീഖ്, ജീവിതമാർഗത്തിൽ തടസ്സം നേരിട്ട മനുഷ്യരുണ്ട്. ആ തടസ്സം അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. അതേതെല്ലാം നിലയില ഇമാം നബവി 40 പറഞ്ഞു, മൻ നഫസ കുർബത്തൻ, ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി പരിഹരിച്ചു, ആശ്വാസമായി അവനൊരു നെടുവീർപ്പെടും. അൽഹംദുലില്ലാഹ്, മനസ്സിലാകണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ നഫസല്ലാഹു ലഹു കുർബത്തൻ, ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ യാത്രയാക്കുമ്പോൾ അവൻ്റെ ഒരു വലിയ പ്രയാസത്തെ മഹ്ശറയിൽ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും. അൽ-40 ഇമാം നവവി അലൈഹി റഹ്മയുടെ ഹദീസാണത്. ഫക്കു റക്കബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, ഏറ്റവും ദാരിദ്ര്യമുള്ളൊരു കാലം. എന്തുകൊണ്ടാണ്? കുടുംബാദികളിൽപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിക് പീരിയോഡിക്കൽസൊക്കെ നോക്കിയാൽ കാണാം, റമദാൻ വരുമ്പോൾ
ഓരോ ഭൂപ്രദേശവും ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ലക്ഷോപലക്ഷം ആളുകൾ പട്ടിണി കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കാര്യമാണ്. ഭരണകർത്താക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇന്ത്യ തന്നെ മുഴുവൻ കിട്ടിയാലും പോരാ, പാകിസ്ഥാനും ചൈനയുടെയും കിട്ടുമെന്ന് ചോദിച്ച് നടക്കുകയാണ്. വില ആരാന്ന് എന്നോട് ക്ഷമിക്കുക നിങ്ങൾ. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നം ഒരു ഭരണകൂടം പരിഹരിച്ചതായിട്ട് ഇന്ത്യ രാജ്യത്തുണ്ടോ ഈ 10-75 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക്? ഇങ്ങേയറ്റത്താണ് മുണ്ടക്കൈയും ചൂരൽമലയൊക്കെ. അതൊന്നും ചെയ്യാൻ ഇനിയും വർഷമായിട്ടില്ല, സമയമായിട്ടില്ലല്ലോ. എന്നോട് ക്ഷമിക്കുക നിങ്ങൾ. ഒരനാഥ കുട്ടി അവരനാഥത്വത്തെ ഏറ്റെടുക്കാൻ അടുത്തത് അല്ലെങ്കിൽ ദൂരെയാകട്ടെ എവിടെയായിരുന്നാലും അതിന് മനുഷ്യൻ പ്രയാസം സഹിക്കാവുന്ന അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല എന്നാണ് പിന്നെ ഖുർആൻ ചോദിച്ചത്. ഇതൊന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ സയ്യിദ് ഖുതുബിൻ്റെ ഫീലിലാൽ ഖുർആൻ്റെ വിശദീകരണം വായിച്ചു നോക്കണം. കുറച്ചുകൂടി മനസ്സിലാവും ഇതിൻ്റെ വിശദീകരണം. അതിൻ്റെ ആശയ ലോകം അത്ര വലുതാണ്. അതും മർഹൂം സയ്യിദ് ഖുതുബിനെ പോലുള്ളവരെഴുതുമ്പോൾ അത് പറയാൻ കഴിയില്ല. വളരെ ശ്രദ്ധിക്കുക. റമദാനിൻ്റെ രണ്ടാമത്തെ 10-ലാണ് നമ്മളുള്ളത്. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും സൗഭാഗ്യങ്ങളാണ്. അള്ളാഹുവിന് നന്ദി പറയുവാനും ശുക്ർ രേഖപ്പെടുത്താനും വളരെ സന്തോഷകരമായി അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിയോടുകൂടി ജീവിക്കാനും ഉള്ളതിൽ തൃപ്തിപ്പെടാനും ഉള്ള മനസ്സുണ്ടാകണം. റഹ്മാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.